ഓരോ ഭക്തനും ദേവനായി മാറും, അസുരനായിട്ടും മാറും. ദേവനായി മാറുന്നതിലൂടെ ഏതൊരാൾക്കും എല്ലാ സിദ്ധികളും സമ്പത്തുകളും കൈവരുന്നതാണ്. അതിന് വളരെ എളുപ്പവുമാണ്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിദ്യയുടെ ഇരുട്ടിൻ്റെ മാർഗമാണ് ആസുരമായിട്ടുള്ള മാർഗം. സത്യത്തിൽ നിന്നുമുള്ള നിരന്തരമായിട്ടുള്ള അകൽച്ച. ദൈവീ സമ്പത്തിന് നേരെ വിപരീതമാണത്. അന്തിമമായിട്ട് ധർമ്മരക്ഷ നടത്തുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ അറിയാതെ എന്നിൽ കവിഞ്ഞിട്ടുള്ള ഒരു ധർമ്മ സംരക്ഷകൻ ഇല്ല എന്ന് കരുതുന്നതാണ് ദംഭം. ഗീതയിൽ ഭഗവാൻ പറയുന്നു, ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. താൻ വലിയ ധർമ്മസംരക്ഷകനാണ് എന്നുള്ള ഭാവം, കുലം, ധനം, സ്ഥാനമാനങ്ങൾ ഇവയെ ചൊല്ലിയുള്ള അഭിമാനം, തന്നിൽ കവിഞ്ഞ് ഉള്ള പൂജനീയമായിട്ടുള്ള ഒരു വ്യക്തി വേറെയില്ല എന്നുള്ള ദുരഭിമാനം, എന്തിലും കോപിക്കുന്ന ഒരു സ്വഭാവം, പെരുമാറ്റത്തിൽ എപ്പോഴും കാണുന്ന പരുഷത, സത്യബോധം ഇല്ലായ്മ, ഇവയൊക്കെയാണ് അല്ലയോ കുന്തിപുത്ര ആസുരവർഗത്തിൽ ജനിച്ചവൻ്റെ സമ്പത്തുകൾ. ഭഗവാൻ ഒരു വ്യക്തി ആസുരമായിട്ടുള്ള ഭാവത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നു. ഭഗവാൻ പറയുന്ന ഈ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ ആ വ്യക്തി അസുരനാണ് എന്നർത്ഥം. അതായത് ഒരു വ്യക്തിയിൽ തന്നെ അസുരഭാവവും ദേവഭാവവുമുണ്ട്. നാം വളർത്തിയെടുക്കേണ്ടത് ദേവഭാവം അഥവാ ദൈവീക ഭാവമാണ്. ആസുരി സമ്പത്തുകളായിട്ട് ഭഗവാൻ പറയുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് അജ്ഞാനമാണ്. വസ്തുബോധമില്ലായ്മയാകുന്നു അജ്ഞാനം. ആത്മാവിനെ അറിയാത്തവർ ജഡമാണ്, അതായത് കേവല ശരീരമാണ് സത്യമാണെന്ന് ഭ്രമിക്കുന്നു. ആസുര സമ്പത്തിൻ്റെ കാതലായ ഭാഗമാണ് ഈ അജ്ഞാനം. അജ്ഞാനത്തെ തുടർന്ന് ജഡവിഷയങ്ങളുടെ പിന്നാലെ പായുന്ന ഒരു വ്യക്തിക്ക് ദംഭാദി ദോഷങ്ങൾ വന്നുചേരുക സ്വാഭാവികം തന്നെയാണ്. ഈ ദുർവാസനകളെ സത്സംഗവും പൗരുഷവും കൊണ്ട് ജയിച്ച് നല്ല വാസനകളെ വളർത്തി എടുക്കാത്തവർ ജീവിതത്തിൽ പരാജയം അനുഭവിക്കുന്നവർ തന്നെയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് സത്യത്തോടടുപ്പിക്കുന്ന നല്ല വാസനയാണ് ദൈവികമായിട്ടുള്ള സമ്പത്ത്, അതായത് ദൈവിക ഭാവം, ദേവഭാവം. ചിത്തത്തെ മലിനമാക്കി സത്യത്തിൽ നിന്നും അകറ്റുന്ന ദുർവാസനയാണല്ലോ ആസുരി സമ്പത്ത്. ദൈവീ സമ്പത്ത് വിദ്യാസമ്പത്ത് തന്നെയാണ്. ദൈവീ സമ്പത്താണ് ധർമ്മം, ആസുരി സമ്പത്ത് അധർമ്മവുമാകുന്നു. ദൈവീ സമ്പത്ത് പ്രകാശമാണെങ്കിൽ മറ്റേത് ഇരുട്ടാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ 3 ശ്ലോകങ്ങളിൽ വിശദീകരിച്ചു നൽകുന്നത് ശ്രദ്ധിക്കാം. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസാ സത്യമക്രോധസ്ത്യാഗശാന്തിരവൈശുനം ദയാഭൂതേഷ്വലോലുപ്ത്വം മാർദ്ദവം ശ്രീരജാപലം തേജക്ഷമാധൃതി ശൗചമദ്രോഹോനാതിമാനിത ഭവന്തി സമ്പദം ദേവീമഭിജാതസ്യ ഭാരത. ഭയമില്ലായ്മ, അന്ധക്കരണശുദ്ധി, വസ്തു ഒന്നേ ഉള്ളൂ എന്ന അടിയുറച്ച വിശ്വാസം, അർഹരായവരുമായിട്ട് സമ്പത്ത് പങ്കിടാനുള്ള മഹാമനസ്കത, ഇന്ദ്രിയ നിഗ്രഹം, ഈശ്വരനിൽ സമർപ്പിതമായിട്ടുള്ള കർമാനുഷ്ഠാനം, വേദാന്തശാസ്ത്ര പഠനം, ഏകാഗ്രതാ പരിശീലനം, കപടമില്ലായ്മ, ആരോടും കോപിക്കാതിരിക്കുക, എൻ്റേതാണ് എല്ലാം എന്നുള്ള ഭാവം ഇല്ലായ്മ, മനസ്സിൻ്റെ അടക്കം, പരദോഷം കാണായിക, ജീവികളോടെല്ലാം കാരുണ്യം, ഒന്നിലും കൊതിയില്ലായ്മ, മൃദുവായിട്ടുള്ള പെരുമാറ്റം, അധർമാചരണത്തിൽ ലജ്ജ ഉണ്ടാവുക, ഇളക്കമില്ലായ്മ, മനസ്സിൻ്റെ ബലം, എന്തും സഹിക്കാനുള്ള കഴിവ്, ധൈര്യം, ശുചിത്വം, അന്യർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക, ദുരഭിമാനം ഇല്ലാതിരിക്കുക. അല്ലയോ അർജുന, ദേവവർഗത്തിൽ ജനിച്ചയാൾക്ക് ഇവയെല്ലാം സമ്പത്തായി ഭവിക്കുന്നു. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാമാണ് ദൈവീ സമ്പത്ത് എന്ന് പറയുന്നത്. സദ്വാസനയും ദുർവാസനയും എല്ലാ ജീവികളുടെ ഉള്ളിലും ഉള്ളവ തന്നെയാണ്. ഏതാണ് വളർത്തുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അവൻ്റെ വർഗം
വേർതിരിയുക. ശാസ്ത്രപഠനം കൊണ്ടും പൗരുഷം കൊണ്ടും വളർത്തേണ്ടതാണ് ദൈവീ സമ്പത്ത്. ശാസ്ത്രപഠനവും പൗരുഷവും ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി വന്നുചേരുന്ന ഇരുട്ട് തന്നെയാണ് ആസുരീ സമ്പത്ത്. അഭയം തുടങ്ങി 26 എണ്ണമാണ് ഭഗവാൻ ഇവിടെ ദൈവീ സമ്പത്തായിട്ട് ഗണിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് വ്യത്യാസം മാത്രമേ ഇവ തമ്മിൽ ഉള്ളൂ. ബ്രഹ്മം മാത്രമാണ് സത്യം, മറ്റൊക്കെ അസത്യമാണ്. അതുകൊണ്ട് ഇവിടെ ആത്യന്തികമായി ഒന്നിനും ഒരു കേടും വരാനില്ല എന്ന ഉറപ്പ് തന്നെയാണ് ഭയമില്ലായ്മ. വസ്തു ഒന്നേയുള്ളൂ എന്ന ജ്ഞാനയോഗ വ്യവസ്ഥിതി തന്നെയാണ് ഭയമില്ലായ്മയ്ക്ക് കാരണം. സത്വശുദ്ധി അഥവാ അന്ധക്കരണശുദ്ധി കൊണ്ട് വേണം ഇത് രണ്ടും സ്വന്തമാക്കാൻ. ധനത്തിൽ തൻ്റേത് എന്ന മമതയില്ലാത്തയാൾ അർഹതയുള്ള ആരുമായിട്ടും അത് പങ്കിടാൻ എപ്പോഴും തയ്യാറായിരിക്കും. അതാണ് ദാനം. ഇന്ദ്രിയ നിഗ്രഹവും യജ്ഞരൂപേണയുള്ള കർമാനുഷ്ഠാനങ്ങളും ഗീതയിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. സത്സംഗവും ഗുരുശുശ്രൂഷയും കൊണ്ട് സാധിക്കേണ്ടത് തന്നെയാണ് ശാസ്ത്രപഠനം. ധ്യാനാഭ്യാസവും നിരന്തരമായ ഈശ്വരബുദ്ധി അഭ്യസിക്കലുമാണ് തപസ്. വെറും ശാരീരികമായിട്ടുള്ള ഹിംസ ത്യാഗം മാത്രമല്ല അഹിംസ. അത് പൂർണ്ണമായിട്ടും ഈ ലോകത്ത് ആർക്കും നടപ്പാക്കാൻ പറ്റുകയുമില്ല. ആരോടും ദ്രോഹബുദ്ധിയില്ലായ്മയാണ് അഹിംസ എന്ന് പറയുന്നത്. യുദ്ധത്തിൽ പോലും ദ്രോഹബുദ്ധിയില്ലാതെ സ്വധർമ്മം അനുഷ്ഠിക്കുവാനാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്ന ഈശ്വരബുദ്ധി തന്നെയാണ് സത്യം. ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ലൗകികമായിട്ടുള്ള സത്യം എവിടെയാണ് വേണ്ടത്, എവിടെയാണ് വേണ്ടാത്തത് എന്ന് നിശ്ചയിക്കുവാൻ പ്രയാസമുണ്ടാകുന്നില്ല. ഭഗവാൻ തന്നെ ധർമ്മപുത്രരെ കൊണ്ട് അസത്യം പറയിപ്പിച്ചതും പ്രസിദ്ധമാണല്ലോ. കോപത്തെ നരകത്തിൻ്റെ വാതിലായി ഭഗവാൻ ചിത്രീകരിക്കുന്നു. ക്രോധം ഇല്ലായ്മ, അതുകൊണ്ടാണ് മോക്ഷം സിദ്ധിക്കുന്നത്. മോക്ഷത്തിൻ്റെ വാതിലാണ് ക്രോധമില്ലായ്മ. ഇവിടെ എൻ്റേതായിട്ട് ഒന്നും ഇല്ല, എല്ലാം ഭഗവാന്റേതാണ് എന്ന അറിവാണ് ഏറ്റവും വലിയ ത്യാഗം. മനസ്സിനെ ഏത് പരിതസ്ഥിതിയിലും ഈശ്വരനിഷ്ഠമാക്കി ശാന്തമാക്കി നിർത്തുന്നതിനെ ശാന്തി എന്ന് പറയാം. സത്യമായ അനുഭവത്തെ ബലമായി തടയുന്ന ദുർവാസനയാണ് പരദോഷ ദർശനം. എല്ലാം ഈശ്വരമയമായി അനുഭവിക്കാൻ കൊതിക്കുന്നയാൾ ഒരിക്കലും ഇതിന് വഴങ്ങുകയേയില്ല. പരദോഷ ദർശനം ഒഴിവാക്കുന്നതാണ് അപൈശുനം എന്ന് പറയുന്നത്. എല്ലാ ജീവികളിലും ജീവഭാവേന ഈശ്വരൻ വസിക്കുന്നു. അതുകൊണ്ട് ജീവികളോട് കാരുണ്യം സദാ വളർത്തുക. കാരുണ്യം ശക്തമാകുന്നിടത്ത് വന്യമൃഗങ്ങൾ പോലും വൈരം വെടിഞ്ഞു കഴിഞ്ഞുകൂടും. കാമതൃഷ്ണയാണ് ലോലുപത. അത് ഉപേക്ഷിക്കാതെ സത്യത്തെ സമീപിക്കാനേ സാധ്യമല്ല. ലോലുപത ഒഴിവാക്കുകയാണ് അലോലുപത്വം. മൃദുഭാവം അഭ്യസിക്കുന്നയാൾ സകലരുടെയും സുഹൃത്തായിത്തീരും. മൃദുവായ ഭാവമാണ് മാർദ്ദവം. അധർമാചരണത്തിൽ ലജ്ജയുള്ളയാൾക്ക് അതിൽ നിന്ന് പിന്തിരിയുവാൻ കഴിയും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനസ്സ് ചലിച്ച് ഇളകുന്നതാണ് ചപലത. അത് ഇല്ലാത്ത സ്ഥിതിയെ അചാപലമെന്ന് പറയും. ഏത് ജീവിത പ്രശ്നവും സമചിത്തതയോടെ നേരിടാനുള്ള മനസ്സിൻ്റെ കഴിവാണ് തേജസ്. ക്ഷമ, ധൈര്യം, ശുചിത്വം, അന്യനെ ദ്രോഹിക്കാതിരിക്കുക, ഇവ പ്രസിദ്ധങ്ങളായ ധർമ്മ മാർഗ നിഷ്ഠകളുമാണ്. താൻ മറ്റുള്ളവരെക്കാൾ പൂജ്യനാണ് എന്ന ദുരഭിമാനമാണ് അതിമാന്യത. അതില്ലാതിരിക്കലാണ് നാതിമാന്യത എന്ന് പറയുന്നത്. സത്സംഗവും ശാസ്ത്രപരിചയവും പൗരുഷവും കൊണ്ട് ഒരു സത്യാന്വേഷി ഈ ദൈവീ സമ്പത്ത് നിരന്തരം വളർത്തിയെടുക്കാൻ യത്നിക്കേണ്ടതാണ്. ഭഗവാനിൽ ഭക്തിയുള്ള ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് ഈ ദൈവീ സമ്പത്ത്. ഇപ്രകാരമാണ് ഒരു വ്യക്തി ദേവനായി ഭഗവാനായി മാറുന്നതും. ആതാമ്രപാണികമല പ്രണയ പ്രതോദമാലോലഹാരമണികുണ്ഠലഹേമസൂത്രം ആവിശ്രമാംബുഗണമംബുദ നീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. ഇളം ചുവപ്പ് നിറമുള്ള കരമങ്കജത്തിൽ താൽപ്പര്യത്തോടെ പിടിച്ചിരിക്കുന്ന ചമ്മട്ടിയോടുകൂടിയതും ഇളകുന്ന മുത്തുമാലകളും രത്നകുണ്ഠലങ്ങളും പൊന്നരഞ്ഞാണും അണിഞ്ഞിട്ടുള്ളതും വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞിട്ടുള്ളതും മേഘം പോലെ നീല നിറം ഉള്ളതും അർജുനൻ്റെ രഥത്തിന് അലങ്കാരമായിട്ടുള്ളതുമായ മൂല തേജസ്സാകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ഈ ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം. പാർത്ഥസാരഥി ധ്യാനമന്ത്രമാണ് ഇത്. ഇപ്രകാരം ധ്യാനിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്ന ഈ ദൈവീ സമ്പത്ത് ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. ശ്രീ പാർത്ഥസാരഥി രൂപത്തിലുള്ള ഭഗവാന്റെ ചിത്രം വീട്ടിൽ സ്ഥാപിച്ച് ദൈവീ സമ്പത്തിന് വേണ്ടി ഭഗവാൻ ഗീതയിൽ പറയുന്ന ഈ സദ്ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക.
സർവ്വ ഐശ്വര്യങ്ങൾ ഭഗവാൻ നൽകുന്നതാണ്. എല്ലാവരെയും ഭഗവാൻ യഥേഷ്ടം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.